ഡേറ്റ് ക്ലാഷോ തിരക്കഥ ഇഷ്ടപ്പെടാത്തതോ അല്ല മമ്മൂട്ടി ദൃശ്യം ഒഴിവാക്കാനുള്ള യഥാർത്ഥ കാരണം. മോഹൻലാൽ അനശ്വരമാക്കിയ ദൃശ്യത്തിലെ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിനായി സംവിധായകൻ ജീത്തു ജോസഫ് ആദ്യം സമീപിച്ചത് മമ്മൂട്ടിയായിരുന്നു. മമ്മൂട്ടി ഒഴിവാക്കിയ ചിത്രമാണ് ദൃശ്യം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും അറിയാത്ത പ്രേക്ഷകരുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഫാൻ ഫൈറ്റുകളിൽ ഈ വിഷയം പലപ്പോഴും ചർച്ചയാവാറുണ്ട്. അപ്പോഴൊക്കെ തെറ്റായ കാരണങ്ങളാണ് ഇതിൽ പറയപ്പെടാറും. 13 വർഷങ്ങൾക്ക് മുൻപ് എന്തുകൊണ്ട് ദൃശ്യത്തിന് നോ പറഞ്ഞു എന്ന് ജീത്തു ജോസഫ് തന്നെ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തിരക്കഥ ഇഷ്ടപ്പെടാഞ്ഞതോ ജീത്തു ജോസഫ് എന്ന സംവിധായകനിൽ വിശ്വാസമില്ലാത്തതോ ആയിരുന്നില്ല അതിന് കാരണം. ജിത്തുവിന്റെ വാക്കുകൾ ഇങ്ങനെ: മമ്മൂട്ടി റിജക്ട് ചെയ്ത സിനിമ ആയിരുന്നില്ല ദൃശ്യം. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഈ കഥ ചെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് എന്നോട് പറഞ്ഞത് ഗംഭീര കഥയാണ് ഇതെന്ന്. പക്ഷേ ജിത്തു, എന്റെ പ്രശ്നം ഫാമിലിയും അച്ഛനും ഒക്കെ കടന്നു വരുന്ന 4-5 സിനിമകൾ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഇത് ചെയ്യണമെങ്കിൽ 1.5-2 വർഷം കഴിഞ്ഞേ പറ്റൂ. ഒന്നുകിൽ ജീത്തു അതുവരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ആരെയും വെച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു ഉഗ്രൻ കഥയാണെന്ന് പറഞ്ഞു. പിന്നീട് ലാലേട്ടനുമായി സംസാരിച്ച് പ്രോജക്റ്റിലേക്ക് നീങ്ങി. മീനയുമായിട്ട് സംസാരിക്കാനാണ് മമ്മൂട്ടിയുടെ ഒരു സെറ്റിലേക്ക് പോയത്. ഇത് ചെയ്യേണ്ട സിനിമയാണെന്ന് മമ്മൂക്കയാണ് മീനയോട് പറഞ്ഞത്. അതിലെ പോലീസുകാരനെ ആരാണ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഷാജോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൊള്ളാം, അവൻ ചെയ്താൽ നന്നാവുമെന്ന് പറഞ്ഞു. ദൃശ്യത്തിന്റെ കാസ്റ്റിംഗിനെ കുറിച്ച് കാരവനിൽ വിളിച്ചിരുത്തി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു നല്ല സിനിമയായി വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. റാണിയുടെ കഥാപാത്രം ചെയ്യാൻ തന്നെ പ്രോത്സാഹിപ്പിച്ചത് മമ്മൂട്ടിയാണെന്ന് മീന ദൃശ്യം 3 പ്രൊമോഷണൽ അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു.